വരെ പറഞ്ഞത് ടീച്ചിങ് എന്താണ്, അതിൻ്റെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് മീനിങ് എങ്ങനെയാണ്, അതേപോലെ തന്നെ ടീച്ചിങ്ങിൽ വരുന്ന 4 ഡൊമൈൻസ് ഏതൊക്കെയാണ്, അല്ലെങ്കിൽ 4 സ്റ്റെപ്പുകൾ ഏതൊക്കെയാണെന്നൊക്കെ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നത്. ഇനി നമ്മൾ പറയാൻ പോകുന്നത് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഗുഡ് ടീച്ചിങ്, ഒരു നല്ല ടീച്ചിങ്ങിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്. അപ്പോൾ നമ്മൾ അതിൽ തന്നെ നമ്മളിങ്ങനെ ഒരു ടോപ്പിക് അല്ലെങ്കിൽ 10 മാർക്കിന് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഗുഡ് ടീച്ചിങ് എന്ന് പറഞ്ഞു വരികയാണെന്നുണ്ടെങ്കിൽ അതിൽ നമ്മൾ എന്തൊക്കെ ശരിക്കും ഇൻക്ലൂഡ് ചെയ്യിക്കണം. വാട്ട് ഈസ് ടീച്ചിങ് എന്നുള്ളത് നമ്മൾ ആദ്യം ഇൻക്ലൂഡ് ചെയ്ത് നല്ലപോലെ എഴുതി വെക്കണം. അതേപോലെ തന്നെ നീഡ് ഫോർ ടീച്ചിങ് നമുക്ക് എഴുതാമല്ലോ. എന്തിനാണ് ടീച്ചിങ് ആവശ്യം? കാരണം നമ്മൾ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കാനും ലോവർ ലെവലിലൊക്കെ ടീച്ചിങ്ങിൻ്റെ ഇമ്പോർട്ടൻസ് നല്ലപോലെ ഉണ്ട്. എല്ലാവർക്കും ഒരേപോലെ പഠിക്കാൻ പറ്റില്ല, ഗൈഡൻസ് ആവശ്യമുള്ളവരുണ്ട്. സോ ആ രീതിയിലൊക്കെ ഒരു സപ്പോർട്ട് എന്നുള്ള രീതിയിൽ ടീച്ചിങ് ആവശ്യമാണെന്നൊക്കെ പറഞ്ഞിട്ട് ഒരു സബ് ഹെഡിങ് ആയിട്ട് നീഡ് ഫോർ ടീച്ചിങ് കുറച്ച് നമ്മുടെ കയ്യിലുള്ള കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുക. ദെൻ നമ്മൾ എന്തെഴുതുക, എന്നിട്ടാണ് നമ്മൾ 10 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണെങ്കിൽ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഗുഡ് ടീച്ചിങ് എന്താണെന്നുള്ളത് എഴുതാൻ പാടുള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ 10 മാർക്കിന് നമുക്ക് ഒരേ കാര്യം നമ്മൾ വലിച്ചെഴുതുമ്പോൾ അത്ര കിട്ടില്ല. ഇതൊക്കെ ആകുമ്പോൾ ആ ഒരു എന്താ പറയുക കറക്റ്റ് ഓർഡറിൽ നമുക്ക് എഴുതാൻ പറ്റും. ഇനി നോക്കിക്കേ, നീഡ് ഫോർ ടീച്ചിങ്, ടീച്ചിങ്ങിൻ്റെ ആവശ്യകത എന്താ? നമുക്ക് കയ്യിൽ നിന്ന് എഴുതാവുന്നതല്ലേ ഉള്ളൂ. എന്തിനാണ് ടീച്ചിങ്? അത് കുറച്ചും കൂടി നല്ല കുറച്ച് വേർഡ്സ് ഒക്കെ യൂസ് ചെയ്ത് ഒന്ന് എഴുതിയാൽ മതി. ഫസ്റ്റ് വൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നോളേജ് ട്രാൻസ്ഫർ. പറയേണ്ട ആവശ്യമുണ്ടോ? അതായത് നമ്മൾ ചെറിയ കുട്ടികൾക്കാണെങ്കിലും ലേണേഴ്സിന് ആർക്കും ആയിക്കോട്ടെ നമ്മുടെ കയ്യിലുള്ള ടീച്ചേഴ്സിൻ്റെ അടുത്തുള്ള നോളേജ് കുട്ടികളിലേക്ക് എത്തിക്കാൻ, അല്ലെങ്കിൽ ഒരു ജനറേഷനിൽ നിന്ന് വേറൊരു ജനറേഷൻ, അല്ലെങ്കിൽ ഒരാളിൽ നിന്നും മറ്റൊരാളിലേക്ക് നോളേജ് ട്രാൻസ്ഫർ ചെയ്യാൻ നമുക്ക് ടീച്ചിങ് എന്ന് പറയുന്ന ഒരു പ്രോസസ്സ് ആവശ്യമാണ്. ഓക്കെ, ദെൻ സ്കിൽ ഡെവലപ്മെൻ്റ് ആണ് പറയുന്നത്. എന്താ? It helps individuals acquire essential skills needed for personal, academic and professional success. നമ്മുടെ ടീച്ചിങ് എന്ന് പറയുന്നത് കുട്ടികളിൽ നോളേജ് മാത്രമല്ല, അവരുടെ എല്ലാ തരത്തിലുള്ള സ്കിൽസ്, കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് ആയിക്കോട്ടെ, സോഷ്യൽ സ്കിൽസ് ആയിക്കോട്ടെ, എല്ലാ തരത്തിലുള്ള സ്കിൽസും ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു പ്രോസസ്സ് കൂടിയാണ് ടീച്ചിങ് എന്ന് പറയുന്നത്. പിന്നെ നമ്മുടെ ക്രിട്ടിക്കൽ തിങ്കിങ് അറിയാലോ. ഒരു കാര്യം പറഞ്ഞു കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് ആധികാരികമായി ചിന്തിക്കാനും അതിനെ യൂസ് ചെയ്യാനും അപ്ലൈ ചെയ്യാനും ഒക്കെ നമ്മുടെ ടീച്ചിങ് ആവശ്യമായിട്ട് വരും. പിന്നെ നമ്മുടെ സോഷ്യലൈസേഷൻ. എന്താ? എഡ്യൂക്കേഷൻ ഫോസ്റ്റേഴ്സ് സോഷ്യൽ സ്കിൽസ് ആൻഡ് വാല്യൂസ്, helping individuals learn to collaborate, communicate and engage with others in society. അപ്പോൾ നമ്മളൊരു സ്കൂളിൽ പോയിട്ട് ഒരു ടീച്ചിങ് എന്ന് പറയുന്ന ഒരു പ്രോസസ്സ് അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് പഠിക്കുക മാത്രമല്ല, ശരിക്കും അവിടെ മറ്റുള്ളവരായിട്ട് എങ്ങനെ സഹകരിക്കാം, മറ്റുള്ളവരുമായിട്ട് എങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം, അവരുമായിട്ട് എങ്ങനെ എൻഗേജ് ചെയ്യാം, എല്ലാ തരത്തിലുള്ള സോഷ്യൽ വാല്യൂസ്, സോഷ്യൽ കമ്മ്യൂണിക്കേഷൻ അല്ലെങ്കിൽ സോഷ്യൽ സ്കിൽസ് കൂടിയാണ് നമ്മളവിടെ പഠിക്കുന്നത്. പിന്നെ നമ്മൾ പറയുന്നത് പേഴ്സണൽ ഗ്രോത്ത്. എന്താ? ഒരു കുട്ടിക്ക് പേഴ്സണലി അവിടെ ഡെവലപ്പ് ചെയ്യാനും അതേപോലെ തന്നെ കോൺഫിഡൻസ് ക്രിയേറ്റ് ചെയ്യാനും ആ കുട്ടിയുടെ എല്ലാ തരത്തിലുള്ള സെൽഫ് അവെയർനെസ് ക്രിയേറ്റ് ചെയ്യാനും എല്ലാം നമ്മുടെ ഈ ടീച്ചിങ് എന്ന് പറയുന്നത് ആവശ്യമായിട്ട് വരുന്നുണ്ട്. പിന്നെ അഡാപ്റ്റേഷൻ ടു ചേഞ്ച്. നമ്മളിപ്പോൾ എന്താ പറയുക, നമ്മൾ സ്ഥിരമായി പോകുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ട്, നമുക്ക് എപ്പോഴും നമ്മുടെ പാരൻസ് ഉണ്ട് അല്ലെങ്കിൽ ടീച്ചേഴ്സ് ഉണ്ട് നമ്മളെ നോക്കാൻ, അങ്ങനെ സ്ഥിരമായിട്ട് നമ്മൾ കാണുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. പക്ഷെ അതിൽ നിന്നൊക്കെ മാറിയിട്ട് ഇപ്പോൾ നമ്മുടെ ചുറ്റുള്ള വേൾഡ് എന്ന് പറഞ്ഞാൽ മാറ്റം ഫുള്ള് മാറിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ. അപ്പോൾ നമ്മളിങ്ങനെ നമുക്ക് കംഫർട്ടായ ഒരു സോണിൽ നിന്നും നമുക്ക് അൺകംഫർട്ടായ ഒരു സോണിൽ എത്തിയാലും നമ്മൾ അതിലേക്ക് അഡാപ്റ്റ് ചെയ്യാൻ നമ്മളെ സഹായിക്കുന്ന ഒരു എന്താ പറയുക ഫാക്ടർ കൂടിയാണ് നമ്മുടെ ടീച്ചിങ് എന്ന് പറയുന്നത്. പുതിയ പുതിയ സിറ്റുവേഷൻസുമായിട്ട് നമ്മൾ അഡാപ്റ്റ് ചെയ്യാം, അതിനെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു പ്രോസസ്സ് കൂടിയാണ് ടീച്ചിങ് എന്ന് പറയുന്നത്. ഓക്കെ, അതേപോലെ തന്നെ എക്കണോമിക് ഡെവലപ്മെൻറ്റ്. എ വെൽ എഡ്യൂക്കേറ്റഡ് പോപ്പുലേഷൻ contributes to economic growth and innovation, driving progress in society. എന്താ? നമ്മൾ പഠിപ്പിക്കുന്ന കുട്ടികൾ നല്ല രീതിയിൽ പഠിച്ചിട്ട് നല്ല സയൻറ്റിസ്റ്റോ അല്ലെങ്കിൽ എഞ്ചിനീയറോ ഡോക്ടറോ ഒക്കെ ആകുമ്പോൾ അത് അവർക്ക് മാത്രമല്ല, നമ്മുടെ എക്കണോമിക്കലി നമ്മൾ നോക്കുകയാണെങ്കിലും അത് നല്ലൊരു ഡെവലപ്മെൻ്റ് ആണ്. നമ്മുടെ സൊസൈറ്റിക്ക് തന്നെ യൂസ്ഫുൾ ആവുന്ന ഒരു കാര്യം, പുതിയൊരു ജനറേഷനെ വാർത്തെടുക്കുക അല്ലെങ്കിൽ പുതിയ തലമുറയെ വാർത്തെടുക്കുക എന്ന് പറയുന്നത് നമുക്ക് മാത്രമല്ല, നമുക്ക് ചുറ്റുമുള്ള അല്ലെങ്കിൽ നമ്മൾ ജീവിക്കുന്ന ആ ഒരു വേൾഡിലും അതിൻ്റെ ഇൻഫ്ലുവൻസ് ഉണ്ടായിരിക്കും. ഓക്കെ, പിന്നെ ഒരു ലൈഫ് ലോങ് ലേണിംഗ് ആണ്. ടീച്ചേഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താണ്, പഠിപ്പിക്കൽ മാത്രമല്ല,
മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുന്നത് വഴി നമ്മൾ സ്വയം പഠിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലേ. സോ നമ്മളാണെങ്കിലും ടീച്ചേഴ്സ് ആണെങ്കിലും ഒരു ലൈഫ് ലോങ് ലേണിംഗ് പ്രോസസ്സിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്.